അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻ വ്ളോഗായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം വീഡിയോ കണ്ടോക്കാം കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇല്ലേ നമ്മൾ ഫാൻസിയിൽ പോയിട്ടുണ്ടായിനി. ഡ്രസ്സെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫാൻസിലേക്ക് പോയ സ്റ്റിച്ച് ചെയ്യാനെല്ലാം കൊടുത്ത ശേഷം ഒന്ന് ഫാൻസിലേക്ക് പോയാൽ. അപ്പോൾ ഇതാ കുറച്ച് കമ്മലും വളയും മാലയെല്ലാം എടുക്കാനുണ്ടായിന്. മൈസാക്കും മൻഹാക്കും എല്ലാവർക്കും എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പഴങ്ങാടി എന്താ പറയുക നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഷോപ്പാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ അധികം വരുത്ത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ തന്നെയാണ് അധികം വരുത്ത്. പെരുന്നാക്കായാലും ഇവിടെ തന്നെയാണ് കേട്ടോ ഞാൻ വരുത്ത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ കമ്മൽ നോക്കണം. ഞാനില്ലേ എടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക വൈറ്റ് സൽവാർ, വൈറ്റ് അല്ല ഒരു ഗോൾഡും വൈറ്റെല്ലാം മിക്സ് ആയിട്ട് ഒരു ഓഫ് വൈറ്റ് ആ ഒരു കളറിലാണ് സൽവാർ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ റെഡ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് റെഡ് ഇഷ്ടമില്ലാത്ത കളറാണ്. പക്ഷേ ഇല്ലേ എല്ലാവരും അന്നത്തെ ദിവസം റെഡാണ് ഇടുന്നത്. അപ്പം നീ മാത്രം ഇടാണ്ടിരിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ റെഡ് സൽവാറാണ് കേട്ടോ. ഒരെല്ലാം റെഡ് സാരിയാണ് എന്താ പറയുക സാരിയാണ് എടുക്കുന്നത്. ഞാൻ പിന്നെ എനിക്ക് സാരി ഇഷ്ടം കുറവാണ്, ഉടുക്കാനൊന്നും നിൽക്കുകയും ചെയ്യില്ല. പക്ഷേ റെഡും കൂടി ആകുമ്പോൾ എനിക്ക് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ റെഡ് സൽവാറാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കമ്മൽ അങ്ങനെ നോക്കിയിട്ടെടുക്കലാണ്. അപ്പോൾ ഇതാ ഈ കാണുന്ന കമ്മലെല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിനി. ഈ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഡ്രസ്സും വരുന്നത്. തലേന്നത്തെ എന്താ പറയുക രാത്രി ഉണ്ടാവില്ലേ, കല്യാണ രാത്രി, മീലാഞ്ചി കല്യാണം എന്നെല്ലാം പറയും. അന്നത്തെ ദിവസം ഈ ഒരു കളറിലാണ് ഞാൻ സൽവാർ ഇടുന്നത്. പിറ്റേ ദിവസം കേട്ടോ റെഡ് ഇടുന്നത്. അപ്പോൾ ഇതാ അതിനുള്ള കമ്മലും കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കിയെടുക്കലാണ്. ഇപ്പുറം മൈസി മൻഹൽ ഓരോ ഐറ്റംസ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പം എന്താ പറയുക കുറച്ച് മോതിരവും കാര്യങ്ങളും എല്ലാം എനിക്ക് എൻ്റെ മൈസാക്കും മൻഹാക്കും ആണെങ്കിലില്ലേ മോതിരം കൈനിറയെ ഇങ്ങനെ റിങ്ങിടൽ ഭയങ്കര ഇഷ്ടവും. അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് അതും അങ്ങനെ നോക്കിയിട്ടെടുക്കലാണ്. പിന്നെ നിങ്ങൾ ഇവിടെ എന്താ പറയുക നമ്മളെ കണ്ണൂരിലുള്ളവരാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്ന് നോക്ക്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വലിയ ഷോപ്പൊന്നുമല്ല, എന്നാലും അത്യാവശ്യം എല്ലാം നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഫാൻസി എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ ഷോപ്പ് തന്നെയല്ലേ ഉണ്ടാവുക. അങ്ങനെ അതുപോലെ തന്നെ ഇവർ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, കറക്റ്റ് അറിയില്ല. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് പണ്ടില്ലേ ഭയങ്കര ഇഷ്ടമൊന്നും വലിയ കമ്മലിടാൻ വേണ്ടിക്ക്. ഞാൻ മാല ഇടൽ കുറവാണ്. മാല ഇടൂല, വളയിടൂല, കമ്മലിടും, ഒരു വാച്ചും കിട്ടും. ഇപ്പം ആ ഒരു സ്റ്റൈലെല്ലാം പോയി. ഇതിപ്പം ഞാൻ കമ്മലും മാലയും വളയും വാങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക്. പിന്നെ മൈസി മൻഹാണെങ്കിലേ ഇതുവരെ സൽവാർ ഇട്ടിട്ടില്ല കല്യാണത്തിൽ. ഇതുവരെ ഓരോ ലൈഫിൽ സൽവാർ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും സൽവാർ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓർക്കും സൽവാർ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. നല്ല രസമല്ലേ കുട്ടികളെ സൽവാറെല്ലാം ഇട്ടിട്ട് വലിയ കമ്മലെല്ലാം ഇട്ടിട്ട് കാണാൻ വേണ്ടിക്ക്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഒരുക്കുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ അങ്ങനെ നോക്കിയെടുക്കലാണ്. സത്യം പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കുന്നതോ ഈ ഒരു വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ അധികം കല്യാണവും കാര്യങ്ങളൊന്നും വന്നാൽ ഇങ്ങനെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യലില്ല. പക്ഷേ ഇവിടെ വന്നേരം എന്തോ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അറിയാം, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഇതാ വളയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എടുക്കലാണ്. പിന്നെ ഞാൻ അബായൻ്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടില്ലേ, കുറേ ആൾക്കാർ അപായമാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഞാനിപ്പോൾ ഇട്ട് ഈ ഒരു മോഡലില്ലാതെ നേരം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിന്. പിന്നെന്താ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറേ മെസ്സേജ് വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ തീർന്നു പോയി, ഡ്രസ്സെല്ലാം മൊത്തത്തിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എല്ലാം പ്രൈവറ്റ് ആക്കി വെച്ചത് കേട്ടോ. വീണ്ടും മെസ്സേജ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മെസ്സേജിന് റിപ്ലൈ തരാത്തവർക്ക് സോറി. ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്, എന്തിനാ മെസ്സേജ് നോക്കാണ്ട് പിന്നെ എന്താ പറയുക സാധനം ഉണ്ടെന്ന് പറയുന്നതെന്ന്. അപ്പോൾ കുറേ ഇതിപ്പം 3-4 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും തന്നെ മെസ്സേജും വരും. അത്രയും ആൾക്കാർക്ക് ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ അത്രയും മെസ്സേജ് നമുക്ക് വരും. അപ്പോൾ എല്ലാവരും മെസ്സേജ് നമുക്ക് അങ്ങനെ നോക്കാം ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് വരുന്ന മെസ്സേജിന് മാത്രം കേട്ടോ നമ്മൾ എന്താ പറയുക സോറി. കുറേ നോക്കാത്ത മെസ്സേജ് ഉണ്ട്, ആരൊന്നും വിചാരിക്കാൻ പാടില്ല, സോറി. ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സില്ലേ അത് എന്താ പറയുക നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് കല്യാണത്തിന് ഇടുന്ന ഒരു സൽവാറും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ കൊറിയൻ നിത മെറ്റീരിയലുണ്ടോ അബായ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായ ക്വാളിറ്റിയും അതിൻ്റേതായ പ്രൈസും ഉണ്ടാവും കേട്ടോ.
നമ്മളിപ്പം സൂം മെറ്റീരിയൽ കൊടുക്കുന്ന ആ ഒരു പ്രൈസിൽ നമുക്ക് നിദ കൊടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ സാധാ ഡ്രസ്സെല്ലാം കൊടുക്കുന്ന ആ ഒരു പ്രൈസിൽ ഞാനിപ്പോൾ ഈ ഡ്രസ്സിലെ അതെല്ലാം 3000 മുകളിൽ പ്രൈസ് ഉള്ളതാണ് കേട്ടോ. അതേ സ്ഥാനത്ത് നമ്മൾ ഇതുവരെ കൊടുത്ത ഡ്രസ്സെല്ലാം 2500 താലിലാണ് പറഞ്ഞിട്ടുണ്ടായിന്. കുറേ ആൾക്കാരെടുത്തിട്ടുണ്ടായിന്. പക്ഷേ ഇനിയിപ്പം ഇപ്പം ഞാൻ ഇട്ട ഡ്രസ്സെല്ലാം നല്ല റേറ്റിലുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ പുറമേ നിന്നെല്ലാം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 5000 മുകളിൽ ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ കൊണ്ടുവരുന്നതായതുകൊണ്ട് ഈ ഒരു പ്രൈസിൽ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഞാൻ ഇതുവരെ കാണിച്ചത് 2500 താഴിലുള്ളതാണ്. അബായ ആയാലും 2500 അതിൻ്റെ താഴിലുള്ളതെല്ലാം ഒന്ന് കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഒരുപാട് പേര് വാങ്ങി എന്താ പറയുക നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ ഞാനിപ്പം കൊറിയൻ നിദ മെറ്റീരിയലിലുള്ള അബായും കാര്യങ്ങളും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടുന്ന റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അത് അത്രയും ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം 3500, 4000, 6000 രൂപേൻ്റെ ഞാനൊരു എന്താ പറയുക ഒരു അബായ ഇട്ടിട്ടുണ്ടായിന് എൻ്റെ വീട്ടിൽ പോകുന്ന അന്ന്. അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അതെല്ലാം നല്ല 4500, 5000 രൂപേൻ്റെ എല്ലാം ഒന്ന് കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നിദയാണ്. പക്ഷേ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ചിലർ അബായക്ക് ക്വാളിറ്റി ഇല്ലാത്ത അബായക്ക് നല്ല റേറ്റ് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. എന്നാലും നല്ല ക്വാളിറ്റി ഉള്ളതിന് ആ പ്രൈസ് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പം ഓരോരോ റേറ്റ് എന്ന് പറയുന്നത് അത്രയും കാലം അത് നമുക്ക് യൂസ് അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രൈസ് പറയുന്നത്. ഇതിപ്പം നമുക്ക് ചെറിയ റേറ്റിനെല്ലാം കിട്ടിയതാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു 2000, 2500 നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ കൊറിയൻ ഇതാന്നെല്ലാം പറയുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പം 3000 മുകളിൽ 3500, 4000. ഞാൻ അന്ന് ഇട്ട ഡ്രസ്സ് 4500, 4999 അങ്ങനെ എത്രയാണ് ഡ്രസ്സല്ല അബായ ആ ഒരു പ്രൈസിനാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. അത് ചോദിക്കലുണ്ട്, അത് കിട്ടുമോ എന്നെല്ലാം ചോദിക്കലുണ്ട്. ആ ഒരു പ്രൈസിന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നല്ല റേറ്റിൽ അബായ ചെയ്യാത്തത്. കാര്യം ചിലർ ക്വാളിറ്റി ഇല്ലെങ്കിലും പ്രശ്നമില്ല, റേറ്റ് കുറഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് നോക്കിയെടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പം കൊടുത്തതൊന്നും ക്വാളിറ്റി ഇല്ലാത്തതെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. ഒരുപാട് പേര് നല്ല നല്ല മെസ്സേജും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ നിദയെല്ലാവുമ്പം അതിൻ്റേതായ പ്രൈസ് ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം 2500 താഴെയുള്ള ഐറ്റംസാണ് നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു തന്ന ഡ്രസ്സെല്ലാം. പക്ഷേ ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് 3000 മുകളിലുള്ളതാണ് കേട്ടോ. അപ്പം ആ ഒരു പ്രൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താ പറയുക ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട ഡ്രസ്സിൽ ഇടാൻ തന്നെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഡ്രസ്സാണ്. അതുപോലെ തന്നെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പല ഡ്രസ്സ് ഉണ്ടാവും നമുക്കിപ്പം 1800, 2000 എന്നെല്ലാം പറഞ്ഞിട്ട് ഡ്രസ്സ് ഉണ്ടാവും. പക്ഷേ ഇല്ലേ നമ്മൾ ഇടുമ്പം ഒരു എന്താ പറയുക നമുക്കൊരു കണ്ടെയ്നർ ഫോട്ടോത്തിൽ കാണുന്ന ഭംഗി ഒരിക്കലും വീട്ടിൽ കൊണ്ടുവന്നാൽ കിട്ടലില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക നല്ല ഐറ്റംസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതെല്ലാം അത്രയും ഞാൻ പോയി സെലക്ട് ആക്കി ഓരോന്നും തുണിയും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നോട് ഇതുവരെ വാങ്ങിയവരെല്ലാം മാഷാഅല്ലാ അൽഹംദുലില്ലാ നല്ല തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഇനി എന്താണെന്ന് എനിക്കറിയില്ല, അത് പഠിച്ചോൻ്റെ കയ്യിലാണ്. പക്ഷേ ഈ ഡ്രസ്സ് ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സല്ലേ ഇതിൻ്റെ വേറെ മോഡലാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഇത് സെയിം ഇല്ല. ഇതെനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിന്. ഇതിൻ്റെ 4 പീസ് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. 4 പീസ് മാത്രമേ ഉള്ളൂ. കാര്യം എന്താ പറയുക ചില ആൾക്കാർ ഭയങ്കര റേറ്റിലൊന്നും വാങ്ങില്ല. എന്നാൽ ചില ആൾക്കാർ എത്ര റേറ്റ് ആയാലും പ്രശ്നമില്ല, നല്ല ക്വാളിറ്റി മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയതല്ലേ. അബായും അങ്ങനെ തന്നെയാണ്. അബായ നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റിയ നിദ നല്ല കൊറിയൻ നിദ മെറ്റീരിയലുള്ള പറയാം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അബായസെല്ലാം പക്ഷെ അതിനെല്ലാം കുറച്ച് പ്രൈസ് നല്ലോണം കൂടും. അതുകൊണ്ടാണ് ഞാൻ 2500 താഴെയുള്ള ഡ്രസ്സും അതുപോലെ 2500 ആ ഒരു പ്രൈസിൽ വരുന്ന അബായും കാര്യങ്ങളും മാത്രം ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ അതിലും നല്ല ക്വാളിറ്റിയുള്ള കൊറിയൻ നിദ അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാനത് കൊണ്ടുവരും. പക്ഷേ ആ ഒരു പ്രൈസ് എന്തായാലും പ്രൈസ് അതിനെല്ലാം കൂടും കേട്ടോ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും അങ്ങനെ. പിന്നെ ഇന്നെന്തായാലും ഞാൻ കാണിക്കുന്ന 2 ഡ്രസ്സും കുറച്ച് അത്രയും നല്ലതാണ്, അത്രയും അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഷെയർ ആക്കാം കേട്ടോ. 3000 മുകളിലാണ് പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പ്രൈസ് പറയാത്തവരെല്ലാവരും അങ്ങനെ കോൺടാക്റ്റ് ചെയ്യും. അപ്പം
നമുക്ക് വിഷമമാണ് മെസ്സേജ് കൂടുതൽ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രൈസ് പറയുന്നത്. നമ്മൾ ഇതുവരെ കൊടുത്തതെല്ലാം 2500, അതിന് താഴെയുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് 3000-ന് മുകളിലുള്ളതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട്, 3 കളേഴ്സാണെന്നുള്ള, ടോട്ടൽ 4 ഡ്രസ്സ്. അങ്ങനെ വേണ്ടവരെന്തായാലും കോണ്ടാക്ട് ചെയ്തു കേട്ടോ. നമുക്കിപ്പം ഗൾഫിലെല്ലാം അറബ്സെല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിലെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ എല്ലാം ഇടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സ് അടിപൊളിയാണ്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തതിലും അത്രയും അടിപൊളി ഡ്രസ്സാണിത്. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ഞാൻ സലാഡും കാര്യങ്ങളും എല്ലാം കട്ടാക്കലാണ്. പിന്നെ ഷോർട്ട് വീഡിയോയിൽ ഇതൊന്നും ക്ലിയർ ആക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആക്കിയത്. ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വിട്ടെ. അങ്ങനെ ഞാനിപ്പം എൻ്റെ പാത്രങ്ങളായാലും കുർക്കുമാസിൻ്റെ പാത്രങ്ങൾ, ഇപ്പം പ്ലേറ്റ് സെറ്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ കുറേ കാലമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഒരു 5 വർഷം, എന്താ പറയുക 4 വർഷത്തോളമായില്ലേ. അതിന് മുമ്പേ വാങ്ങി വെച്ച ഐറ്റംസും ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇതുവരെ അതിനൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളും വന്നിട്ടില്ല, കട്ടിംഗ് ബോർഡ് ആയാലും ഒന്നും. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ്, ബൗള്, വുഡൻ ബൗള് കാര്യങ്ങളിലെ ഇപ്പം ട്രെൻഡിയോളിൽ നല്ല ഓഫറിൽ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഗൾഫിലെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ്, ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഗൾഫിൽ ആണെന്നുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞോ. ഇങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള വുഡൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടും കേട്ടോ. ഇത് നമ്മളങ്ങനെ നല്ലത് നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എന്നാൽ എന്താ പറയുക, വുഡൻ്റെ ടൈപ്പ് തന്നെ പെട്ടെന്ന് മോശമാകുന്നതുമില്ലേ, കട്ടിംഗ് ബോർഡും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മോശമാകുന്നതില്ലേ. അപ്പം നോക്കിയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ട്രെൻഡിയോളിൽ ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. വുഡൻ ബൗള് കാര്യങ്ങളെന്നെല്ലാം എഴുതിയിട്ട് തന്നെ അങ്ങനെ കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ 40% ഓഫറും കൂടി കിട്ടാൻ വേണ്ടിക്ക് ഇർഫാന എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഓഫർ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിന് പുറമെ നിങ്ങൾക്ക് എന്താ പറയുക ഓഫറും കൂടി കിട്ടും, ഡിസ്കൗണ്ടും കൂടി കിട്ടും. അതുപോലെ തന്നെ ഇല്ലേ, എന്താ പറയുക, ഒരുപാട് പ്രോഡക്റ്റ്, ഈ പ്ലേറ്റ് സെറ്റും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. പ്ലേറ്റ് സെറ്റിനെല്ലാം അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. നാട്ടിൽ തന്നെ 20,000-ന് മുകളിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയ റേറ്റുള്ളതും ഞാൻ കൊടുക്കാം. പിന്നെ ഈ എന്താ പറയുക, എൻ്റെ ഓയിൽ ജാറ് കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ട്രെൻഡിയോളെല്ലാം അവൈലബിൾ ആണ്. ഇർഫാന എന്ന് പറഞ്ഞാൽ ഓഫർ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ up to 40% ഓഫറും കൂടി കിട്ടും. അത് നിങ്ങൾ മറക്കണ്ട. ആ ഒരു വെൽക്കമിൻ്റെ ഭാഗത്ത് ഇർഫാന എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും ചോറും കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിന് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ മെയിലാഞ്ചി ഇടലാണ്. മെയിലാഞ്ചി ഇപ്രാവശ്യം എനിക്ക് മെയിലാഞ്ചി ഇടാൻ എന്തോ മടി. സാധാരണ ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ് മെയിലാഞ്ചി ഇടൽ, എല്ലാവർക്കും ഇട്ട് കൊടുക്കലും ഞാൻ തന്നെയാണ്. പക്ഷെ ഇന്നെന്തോ എനിക്ക് എന്താ പറയുക, എന്തോ ഒരു മടി പിടിച്ച പോലെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ തിരക്കുമായി പോയി. പിന്നെ മുഹമ്മദിനാണെങ്കിൽ പനിയാണ്, അങ്ങനെയെല്ലാം ആയതുകൊണ്ട് പിന്നെ മടിയാണ്. എന്നിട്ട് മൈസിമൻഹിം പറഞ്ഞ് നമ്മൾ ഇട്ടുതരാമെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു മെയിലാഞ്ചി ഇടാൻ പോകുമ്പം എന്നെ പിടിച്ചിട്ട് അങ്ങനെ ഇരുത്തിയതാണ്. അങ്ങനെ നമ്മളിതാ മെയിലാഞ്ചിയിൽ ഇടലാണ്. ഒരു രണ്ടാളും നല്ല വൃത്തിക്ക് വരക്കും കേട്ടോ, മാഷാ അല്ലാ. എന്താ പറയുക, ചെറുതിൽ തന്നെ ഞാൻ ഒരിക്കൽ ഇട്ട് കൊടുക്കൽ കുറവാണ്. ഓറെ കൊണ്ട് തന്നെ വരപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഓറ് നല്ല വൃത്തിക്ക് വരക്കുന്നുണ്ട്. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പോൾ ഓറ് മെയിലാഞ്ചിയും കാര്യങ്ങളെല്ലാം ഇടും. പിന്നെ അയൺ ചെയ്യാനുണ്ട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം. ഞാനില്ലേ കല്യാണമാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ എന്താ പറയുക, കല്യാണത്തിന് 3 ദിവസം മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്നാലുള്ള അലക്കാനുള്ളത് കാര്യങ്ങളെല്ലാം ആയിട്ട് വീട് മൊത്തത്തിൽ അലങ്കോലാവൂലേ. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞെന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ക്ഷീണത്തിന് വന്ന് കിടന്ന് പിറ്റേ ദിവസം കുറേ അലക്കാനുണ്ടാവും, വീട് മൊത്തം അലങ്കോലാവും. നമ്മളെല്ലാം ഡ്രസ്സ് ചെയ്തിട്ട് പോകുമ്പോൾ തന്നെ വീട് മൊത്തത്തിൽ അലങ്കോലാവില്ലേ. ഞാൻ അതിന് വിടലില്ല. കാര്യം അയൺ ചെയ്യാനുള്ളത്, എന്താ പറയുക, ഇടാനുള്ള കമ്മൽ കാര്യങ്ങളെല്ലാം ഒരു ബോക്സിലാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിട്ടയോടെ തന്നെ നമുക്ക് ഇറങ്ങി പോകാനും കഴിയും. വന്നു കഴിഞ്ഞാൽ വലിയ പണിയും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഉപ്പിയില്ലേ കല്യാണ പെണ്ണിന് കൊടുക്കാൻ വേണ്ടിക്ക് ഗോൾഡ് വാങ്ങാൻ വേണ്ടിക്ക് പറഞ്ഞിട്ടുണ്ടായിന്. ഉമ്മിയും അവിടെ കല്യാണ വീട്ടിലാണെന്നുള്ളത്. അപ്പം ഇക്കുണ്ട്. അപ്പോൾ ഇക്കാക്ക് പയ്യന്നൂർ പോകാനുണ്ടായിട്ടുണ്ടായിന്. അപ്പം ഞാനും ഒക്കെയും കൂടിയിട്ട് ഗോൾഡ് വാങ്ങാൻ പോലെ. എന്നിട്ട് നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടെല്ലാം കൊടുക്കും കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ബ്രേസ്ലെറ്റോ അല്ലാന്നുണ്ടെങ്കിൽ പാദസരെല്ലാം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആളോട് ചോദിച്ചു തരാം, അവർ പാദസരം വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഏതാ നല്ലതുള്ളത് അങ്ങനെ നോക്കിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ,
നമ്മൾ ഏതോ ലോലിനോല എവിടെയോ പോയാലും മുഹമ്മദ് ചോദിച്ചിട്ട് വാങ്ങിയ ആ ഒരു കുടയാണ് കേട്ടോ. അത് അവിടെ തന്നെ വെക്കും. എപ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ അതിനെ കൊണ്ടൊരു കളിയുണ്ടാവും എനിക്ക്. മലബാർ ഗോൾഡിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പം ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും എൻ്റെയും നമ്മൾ ഈ വക കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്വന്തം ആൾക്കാരെല്ലാം കല്യാണം ഉണ്ടാകുമ്പം ഉപ്പാൻ്റെ വീട്ടുകാരായിക്കോട്ടെ ഉമ്മാൻ്റെ വീട്ടുകാരായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെ ഇക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെ ആയാലും നമ്മളിങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കും ഗോൾഡ്. നിർബന്ധമൊന്നുമില്ല, നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഇത് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ആദ്യം പദസരം തന്നെയാണ് നോക്കുന്നത്. പിന്നെന്താ എൻ്റെ കയ്യിലൊരു പദസരം ഉണ്ട് കേട്ടോ. അത് വേഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അതിന് കവറിന് അങ്ങനെ നേരെ ടൈപ്പൊന്നും വാങ്ങണ്ട, വേഗം എന്താ പറയുക വേഗം പൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പക്ഷേ അധികവും പെൺകുട്ടികൾക്കെല്ലാം ഈ ഒരു ടൈപ്പ് തന്നെയല്ലേ, ഇങ്ങനെ പല ഡിസൈനിലെല്ലാം വരുന്ന ഇങ്ങനെ നേരിയ നൂല് പോലത്തെ ഐറ്റംസ് തന്നെയല്ലേ കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പയ്യന്നൂരുള്ള മലബാർ ഗോൾഡിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അധികം ചോദിക്കലുണ്ട് ഷോപ്പിൻ്റെ പേര് പറയുമോയെന്ന്. ഇതിപ്പം മലബാർ ഗോൾഡിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ഫാൻസി നമ്മൾ പഴങ്ങാടിയിലാണ്, ഇത് പയ്യന്നൂരാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മോതിരം കൂടി ഒന്ന് നോക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ഇങ്ങനെ കുറേ കൈ നിറച്ച് മോതിരം എൻ്റെ മക്കൾക്കും ഇഷ്ടമൊന്നും. എനിക്ക് ആദ്യം ഇഷ്ടമൊന്നുമല്ല, എൻ്റെ മക്കളെ കണ്ടിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമൊന്നും കേട്ടോ. ഇപ്പം മോതിരം ഇങ്ങനെ ഇടയിൽ അങ്ങനെ നോക്കലാണ്. മോതിരം വേണോ പദസരം വേണോ ബ്രേസ്ലെറ്റ് വേണോ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ പദസരം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. ഒരു റിങ്ങും ഒരു ബ്രേസ്ലെറ്റും എടുക്കാമെന്നെല്ലാം ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ വേണ്ട സിമ്പിളായിട്ടുള്ള ആ ഒരു നല്ല കട്ടിക്കന്നെയുള്ള ഒരു പാദസരം അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാദസരം തന്നെയാണ് കേട്ടോ. ഇതിപ്പം കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കമ്മലെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കൂടുതലൊന്നും നോക്കി നിന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ കൂന്തൽ ഫ്രൈ ഭയങ്കര ട്രെൻഡിങ് അല്ലേ. അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ഇതൊന്ന് വാങ്ങി കഴിച്ചു നോക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് കഴിച്ചു നോക്കിയതാണ്. എന്തോ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ആ കാര്യം തണിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. നോക്കാമല്ലോ, ഓരോരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കൂലേ. അങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പറയുന്നതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണമെന്നെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ വാങ്ങി കഴിച്ചത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. നമ്മളവിടെ ബാക്കി വെക്കുകയെന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലും പിന്നെ തണിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഇൻഷാല്ലാ ഞാൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വീട്ടിലെത്തി. പിന്നെന്താ 2 പവനാ അത്രയോ കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ്. കാര്യം കുറച്ച് പീസസാണ് ഓരോ ദിവസങ്ങളിലായിട്ട് എടുത്ത ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ പൂർണ്ണമാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, തിരക്കെല്ലായതുകൊണ്ട് തന്നെയാണ്. എന്നാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കാത്തിക്കും. അതുകൊണ്ട് പിന്നെ ഇത് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഒരുമിച്ചാക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ പാദസരം സിമ്പിളായിട്ടുള്ള ഇതാകുമ്പോൾ പൊട്ടി പോലാലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം അവിടെ വെച്ച് ഇനിയിപ്പം എന്താ പറയുക ഒന്ന് അയൺ ചെയ്യാനുണ്ട്. ഡ്രസ്സെല്ലാം വെക്കാൻ്റെതും മൻ്റെതും മക്കളത് അവർ തന്നെ ചെയ്യും. എന്താ പറയുക അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം ഇവിടെ വെക്കലാണ്. എവിടെ കല്യാണം ആയാലും ഇല്ലേ ഞാനൊരു ക്വിറ്റ് ലാസ്റ്റ് വന്നു. കാരണം ഞാൻ ഇക്കാൻ്റെ കൂടെ ഇക്ക പറയും എന്നെയും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാൻ്റെ കൂടെയാണ് പോക്ക്. മക്കളും മുഹമ്മദ് അല്ലില്ലേ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൂടെ അങ്ങനെ നേരത്തെ പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം റെഡിയാക്കി പിന്നെന്താ ബാക്കി കുറച്ച് ഒതുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി പിന്നെ ബില്ലും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം അവർക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കലാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനിപ്പോൾ ഈ ഒരു അബായിൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. റീസ്റ്റോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാം പോയി. പക്ഷേ ഇപ്പോൾ ഒരു 3 പീസ് എങ്ങാനും ഉണ്ട്. അങ്ങനെ വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്തോ കേട്ടോ. പിന്നില്ലേ ആ ഒരു അബായ മാത്രമാണ് കേട്ടോ 2500 അങ്ങനെ. പിന്നെന്താ ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയ കമ്മൽ ഇതാണ് കേട്ടോ. രണ്ടിനും കൂടി ഈ ഒരു കമ്മലാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. ഈ ഒരു റിങ്ങാണ്. റിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാകുമ്പോൾ സിമ്പിളുമാണ്, നല്ല ഒരു ലുക്കുമാണ്. പിന്നെ ഇത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. പിന്നെ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് 2 ഡ്രസ്സ് കാണിക്കാമെന്ന്. പക്ഷേ ഈ വീഡിയോ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, വിട്ടുപോയതാണ്. എഡിറ്റിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ സൽവാർ മെറ്റീരിയൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന് 3000-ന് മുകളിൽ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ബ്ലാക്ക് കളറിലുള്ള ഒരു സൽവാറാണ്.
അതുപോലെ തന്നെയില്ലേ ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സും കൂടി കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ 3 പീസ് ഉണ്ടെന്ന്. അതിൽ അത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇതും 3000 മുകളിൽ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 താഴെയുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെയും കുറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താ പറയുക, അടിപൊളിയാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്നതിലും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സാധാ ഫോട്ടോയിൽ കണ്ടിട്ട് വാങ്ങുമ്പം വാങ്ങിക്കഴിഞ്ഞാൽ ഫ്ലോപ്പായി പോക്കില്ലേ, വെറുതെ വാങ്ങിയെന്ന് തോന്നില്ലേ, അതുപോലെയല്ല കേട്ടോ. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് ഒരുപാട് വർഷം യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടെ. പിന്നെ ഞാൻ അബായൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, ഏട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇട്ടേന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ അതിതാണ് കേട്ടോ. ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. ഇത് ഞാൻ വാങ്ങുമ്പം 4900 സംതിങ് ഉണ്ടായിട്ടുണ്ടായിനി ഇതിൻ്റെ പ്രൈസ്. കൊറിയൻ നിതയിൽ വരുന്ന അടിപൊളി അബായാണ് കേട്ടോ. പക്ഷേ അതുണ്ടോയെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് വരുത്തിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു പ്രൈസിൽ നിങ്ങൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വരുത്തിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുമ്പം വരുത്തിക്കുമ്പോൾ അതിലും കൂടുതലാവും പ്രൈസ്. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ എടുക്കാണ്ട് എന്നാൽ കാര്യം 2500 താഴെയുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ അബായ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു പ്രൈസിനെല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതെല്ലാം കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ തുണിക്കനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ പ്രൈസും കാര്യങ്ങളും വരുന്നത്. നമ്മളിപ്പം ചെയ്യുന്നതെല്ലാം 2500 അബായകളാണ്, സൂമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മൾ പോക്കാന്ന് എല്ലാവരും പോയിട്ടുണ്ട്. ഞാൻ ഉക്കിയും അങ്ങനെ കല്യാണത്തിന് പോക്കാന്ന്. കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, കാര്യം ഒരുപാട് പേരുള്ളതല്ലേ. ആരെങ്കിലും പെട്ടു പോയിക്കഴിഞ്ഞെങ്കിലും അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം നട്ടാ എൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.